Bible Crown 2020. The Linarisa family dedicates with prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പി.ജെ. ആന്റണി ആൻഡ് മറിയാമ്മ ആന്റണി, കുവൈറ്റ്. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന അവിടുത്തെ കൃപയോടുകൂടി ഇതിൽ പങ്കെടുക്കാൻ സഹായിക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ അനേകർക്ക് അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചം വീശുവാൻ തക്കതിനുണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കണമേ. സർവത്തിലോടുത്ത നാമം മാത്രം ഇടയാക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ബൈബിൾ ക്രൗൺ 2020 വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. കർമ്മേൽ റൗണ്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇതിൻ്റെ സ്കോ കീപ്പേഴ്സായിട്ട് മിസ്സസ് രാജീവ് വർഗീസ്, മിസ്സസ് ബ്ലസി സജി എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. മിസ്സസ് രാജീവ് വർഗീസിനെയും മിസ്സസ് ബ്ലസി സജിയെയും കർത്തൃനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ മത്സരാർത്ഥികളാണ് ആൻസി സജി, സന്തോഷ്, വ്യൂല ജെയ്സൺ. നിങ്ങളെല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ ആൻസി? കഴിഞ്ഞ റൗണ്ടുകളിൽ നിന്നും കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിബ്ലിക്കലായിട്ടാണോ അതോ പൊതുവായിട്ടാണോ, എങ്ങനെയാണ്? കുറച്ചും കൂടി ബൈബിളൊക്കെ വായിച്ചു. സന്തോഷം എപ്പടി സൗഖ്യമാ? சூப்பர் சார். சௌக்கியமா இருக்கு? சௌக்கியம் சார். நல்லா ப்ரிப்பேர் பண்ணிட்டியா? எஸ் சார். வெரி குட். என்ன ப்ரிப்பேர் பண்ணிட்டேன்? என்ன பைபிள் படிச்சியா, அதாவது வேறு புஸ்தகங்கள் படிச்சியா? பைபிள் படிச்சேன் சார். பைபிள் தான் படிச்சிருக்கேன். ஓகே. You know there's a Christian history round. Yes. So you didn't read any Christian history? Yeah, I have. You have read Christian history yes. also. That's very good. Thank you sir. So you're prepared now? Yes sir. Yes, Bella, എന്താ പറയുന്നു? പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബൈബിൾ ചരിത്രം, ക്രിസ്ത്യ ചരിത്രമൊക്കെ വായിച്ചു? കുറച്ച് വായിച്ചു. താങ്ക് യു. സ്കോ കീപ്പേഴ്സ്, ആർ യു റെഡി? റെഡി? ഹൗ അബൌട്ട് യു? റെഡി? കർമ്മേൽ സ്റ്റേജ് എന്ന് പറയുന്നത് മുൻ സ്റ്റേജുകളേക്കാൾ അല്പം വ്യത്യസ്തതയുണ്ട്. 2 പുതിയ റൗണ്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ റൗണ്ടുകൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്ററി റൗണ്ട്, ക്രൈസ്തവ ചരിത്രത്തിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ, വളരെ ഡീപ്പായിട്ടുള്ളതല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു പുതിയ റൗണ്ട് വോയിസ് ഓഫ് യൂത്ത്, യുവതയുടെ ശബ്ദം, പ്രസംഗമാണ്. 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം. 3 മിനിറ്റ് കഴിയുമ്പോൾ വാർണിംഗ് ബെല്ല് ലഭിക്കും. അത് കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സംക്ഷിപ്തമായിട്ട് പറയണം. കൂടാതെ പഴയ 2 റൗണ്ടുകൾ, ബൈബിൾ ഫോക്കസ് റൗണ്ട്, 1 വേർഡ് ആൻസർ, ബസർ റൗണ്ട്, അതുണ്ട്. ചോദ്യങ്ങളുടെ ഘടനയും മാർക്കിൻ്റെ സംവിധാനവും പഴയതുപോലെ തന്നെ. ശരിയായ ഉത്തരങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരങ്ങൾക്ക് -1 മാർക്ക്. ക്ലൂ ചോദിക്കുകയാണെങ്കിൽ -1 മാർക്ക്. ഘടന എങ്ങനെയാണ്? എന്തെങ്കിലും സംശയമുണ്ടോ? Right, that we shall start now with the Bible focus round.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു ഹോം, ടു ആൻസി ഓർ ടു ബ്യൂല? 3 പേരും അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. നീ ഒന്ന് തീരുമാനം എടുത്തിട്ട് ആരാ ആദ്യമേ പറയുന്നത്? ആൻസി ഒരു വിരലിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. അത് ഞാൻ കണ്ടാൽ ബ്യൂലേക്ക് പറയട്ടെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യേ. വളരെ എളുപ്പമായ ചോദ്യമാണ്. 5 മാർക്ക് വെറുതെ ബോണസായിട്ട് ഇട്ടാൻ പോയാണ്. റൈറ്റ്, ഹിയർ വി ഗോ. ഒരു രാത്രി മുഴുവൻ ദൈവത്തിൻ്റെ ദൂതനോട് മൽപ്പിടുത്തം നടത്തിയ വ്യക്തിയുടെ പേരെന്താണ്? യാക്കോബ്. യാക്കോബ്. 5 മാർക്സ്. നെക്സ്റ്റ് ഈസ് മിസ്റ്റർ സന്തോഷ്. യേശുവിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി പീലാത്തോസിനോട് അനുവാദം ചോദിച്ച വ്യക്തി ഏത് ദേശക്കാരനായിരുന്നു? അരിമത്തിയ. Exactly. Why you doubt? And what is his name? ജോസഫ്. Joseph. 5 marks straight away for Santosh. Right. Viola. വിശുദ്ധ ബൈബിളിൽ 7 ദിവസം ഉപവസിച്ച വ്യക്തി ആരായിരുന്നു? ദാനിയേൽ. ഡാനിയേൽ. -1 mark. Yes, Ansi. പാസ്. Pass. Santosh. Don't know. David. He fasted for his son. ദാവീദ് 7 ദിവസം ഉപവസിച്ചായിട്ട് വായിച്ചിട്ടില്ലേ? ഇല്ല ബില്ലേ? അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ ബൈബിളുണ്ടോ? ഉണ്ട്. മറന്നുപോയി. നോ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ ആൻസി. ഭൂമിയിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും നാമകരണം ചെയ്തത് ആരാണ്? ആദാം. ആദാം. ശരിയായ മറുപടിയാണ്. ആൻസി ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. സന്തോഷ്. ശൗൽ കാഴ്ച പ്രാപിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിനും അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അയച്ച വ്യക്തി ആരാണ്? Sir, can you ask in English? Whom did Jesus send for soul to be healed, to receive his sight back and to be filled with the Holy Spirit? Next. അനന്യാസ്. Ananias. Right. 4 marks for Beulah Jason. Beulah. മോശ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? ക്ലൂ. തീർച്ചയായും 100 വയസ്സിന് മേളിലാണ്. 120-ാമത്തെ വയസ്സിൽ. Exactly. She gets 4 marks for that. -1 for the clue. Right? Okay. That brings us to the close of Bible focus round. Bible focus round ഇവിടെ അവസാനിക്കുന്നു. Will you please give me the scorecard? Ansi Saji gets 10 marks. Ansi Saji gets 10 marks. Santosh 5. Santosh 5. And Beulah Jason 7. And Beulah Jason 7 marks. Right? Bible Count 2020. പിക്കി പിക്കി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രമാണ്. കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് പിക്കി പിക്കി ഭാഷയിൽ തിരുവചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ദോംബ്രി ഗോത്രത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഈ തിരുവചനം ലഭിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡോംബർ വർഗത്തിൽപ്പെടുന്നവരാണ്. ദോംബ്രി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെയും സർക്കസ് കൂടാരങ്ങളിൽ കായികാഭ്യാസികളാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഭാഷ ആരംഭിക്കുവാൻ തക്കോണം ദൈവം മുഖാന്തരം വരും. പലപ്പോഴുമുള്ള ഒരു വലിയ പ്രയാസം, ഈ ഗോത്രങ്ങൾക്ക് ലിപിയില്ല. ഇതിലെ ജനങ്ങളെല്ലാം ചിതറിപ്പാർക്കുന്നവരാണ്. കായികാഭ്യാസികളായ സർക്കസ് കൂടാരങ്ങൾ പാർക്കുന്നവരായതുകൊണ്ട് സർക്കസ് കൂടാരങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഇവരെല്ലാം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അങ്ങ് താമസം ആരംഭിക്കും. അപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം വരുന്ന ഈ ഗോത്രം ഛിന്ന ഭിന്നമായിട്ട് അവരുടെ ഭാഷയും അവരോടൊപ്പം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വ്യക്തമായിട്ടുള്ള വ്യാകരണമില്ലാത്തത് കൊണ്ട്, അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഒരു ഏകോപനമില്ല. ഒരേ കാര്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പാർക്കുന്നവർ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നടുവിൽ
തിരുവചനത്തിനെ കുറിച്ച് അവർക്ക് അന്തർദാഹമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കുരിശെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഗോത്രഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പെന്തിക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ ഭാഷയിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നും അവർ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം ഒരു വരി പോലും അച്ചടിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ 9 ഭാഷകളിൽ ബലഹീന എന്നെ ദൈവമെടുത്ത് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ അവസ്ഥയിൽ ഈ ഭാഷകളിൽ ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനും തക്കതിനുമാണ് അവർ ഇപ്രകാരം ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായ പദങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകുവാൻ തക്കതിനുവണ്ണം വളരെയധികം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് മുഖാന്തരമൊരുക്കി ആ ഡോംബർ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇത് നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ത്യയിൽ ഇനിയും 200-ലധികം ഗോത്രങ്ങൾ അറിയുന്നവയും അറിയപ്പെടാത്തവയുമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സെൻസസിൽപ്പെടാത്ത ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും വിശ്വാസികളുടെ ചെറിയ സമൂഹങ്ങളുമുണ്ട്. അവർക്കായിട്ട് ദൈവവചനം നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. Bible Count 2020. So next we go to the one-word answer round. ഇതൊരു ബസർ റൗണ്ടാണ്. So hands on your buzzer. Right? Shall we start? This is the first question. യെരുശലേം ദേവാലയം ഏത് മലമേലാണ് പണിയപ്പെട്ടത്? Yes, Mr. Santosh. Zion. Zion. No. -1 mark for Santosh. Yes, ബിയോലേക്ക് അറിയാമോ? ഇല്ല. ആൻസിക്ക് അറിയാമോ? ഇല്ല. മോറിയ മലയുടെ മേലില്ല. അറിയത്തില്ലായിരുന്നു. എന്താ പറയാൻ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. ഏത് മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് യേശു നഥനയേലിനെ കണ്ടത്? യെസ്, ആൻസി സജി. അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോഴാണ്. വളരെ ശരിയായ മറുപടിയാണ്. 5 marks for ആൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏലിയ പ്രവാചകന്റെ കാലത്ത് ബാലിനെ ആരാധിക്കാതിരുന്നവർ എത്ര പേർ ഉണ്ടായിരുന്നു? ബാലിൻ്റെ മുൻപിൽ tell me. 3000. -1 mark for Beulah Johnson. Anybody else? Yes, Mr. Santosh. 7,000. 7,000 is the right answer. So you get 4 marks. Right? The next question. ബാബിലോണിയൻ പ്രവാസത്തിനായിട്ട് ഇസ്രായേൽ മക്കൾ പോകുമ്പോൾ അവരുടെ രാജാവ് ആരായിരുന്നു? ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ മക്കൾ പോകുന്നു എന്ന് പറയുമ്പോൾ ബാബിലോൺ രാജാവ് വന്ന് ഇസ്രായേലിനെ തകർത്തിരിശിലേതാലും ചുട്ടുകരിച്ച് മതിലിടിച്ച് കളഞ്ഞ് ഇവരെ എല്ലാവരെയും അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ ആരായിരുന്നു അപ്പോഴത്തെ ഇസ്രായേൽ രാജാവ്? ആരായിരുന്നു അന്നത്തെ രാജാവ്? ബേല പറയൂ. സിദക്കിയ. റൈറ്റ് ആൻസർ. 5 marks for ബേല. വെരി ഈസി ക്വസ്റ്റ്യൻ. ലോജിക്, പ്യുവർ ലോജിക്. റൈറ്റ്. സൂര്യനെ സ്വപ്നം കണ്ട ബൈബിൾ കഥാപാത്രം, ആദ്യമായി സൂര്യനെ സ്വപ്നം കണ്ട ബൈബിൾ കഥാപാത്രം? ആൻസി പറയൂ. യോസഫാണ്.
ഇന്ന് സംശയം. 5 marks for Ansi Saji. That brings us to the close of that round. Please give me the marks. Ansi Saji gets 10 marks. Ansi Saji gets 10 marks. Sandosh gets 3 marks. Santosh gets 3 marks. Bayula gets 4 marks. Bella Jason gets 4 marks. 4 marks. Right. Bible Crown 2020. വേർഡ് മെലഡി വേൾഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഏറ്റവും പുതിയ ക്രിസ്തീയ ഭക്തിഗാന സമാഹാരം എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ. ആത്മീയ യാത്രയിൽ തന്നെ അനുദിനം കരം പിടിച്ചു നടത്തുന്ന അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും വിളംബരം ചെയ്തുകൊണ്ട് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന ഏറ്റവും പുതിയ ഗാനസമാഹാരം എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ. എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ സർവസൃഷ്ടിതാവാം എന്റെ ദൈവം സർവശക്തനാം യഹോവ സർവസൃഷ്ടിതാവാം എന്റെ ദൈവം സർവശക്തനാം യഹോവ സർവത്തിലുമെന്നെ ജയത്തോടെ നയിക്കും സർവത്തിലുമെന്നെ ജയത്തോടെ നയിക്കും എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ അനുദിനമെന്നെ നയിക്കുന്നൻ യഹോവ. എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ. പിച്ച വയ്ക്കുന്ന കുരുന്നുകൾക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കൊച്ചു കൂട്ടുകാരുടെ ആലാപനത്തിൽ ദൈവനാമത്തെ വാഴ്ത്തുന്ന മനോഹരങ്ങളായ ഗാനങ്ങൾ. എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ. സർവശക്തനായ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം തുളുമ്പുന്ന മനോഹര ഗാനങ്ങൾ. തന്റെ ജീവിതയാത്രയിൽ അത്യുന്നതനായ ദൈവം നൽകിയ മഹത്തായ സ്നേഹാനുഭവങ്ങളിൽ നിന്നും ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന ദൈവനാമത്തെ പ്രകീർത്തിക്കുന്ന ഭക്തിനിർഭരമായ ഗാനങ്ങൾ. എന്റെ ദൈവം യഹോവ എന്റെ ശക്തി യഹോവ. പ്രശസ്ത ഗായകരായ മധു ബാലകൃഷ്ണൻ, കെസ്റ്റർ, വിധു പ്രതാപ്, ഖാലിദ്, ഗായത്രി, എലിസബത്ത് രാജു എന്നിവരുടെ ശബ്ദമാധുരി കൂടുതൽ ഹൃദ്യമാകും. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേഴയെ യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേഴയെ യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. ഭീഷണികൾ മുഴങ്ങുമ്പോൾ പ്രതികൂലമേറിടുമ്പോൾ ഭീഷണികൾ മുഴങ്ങുമ്പോൾ പ്രതികൂലമേറിടുമ്പോൾ അനുദിനമെന്നെ നടത്തേണമേ അനുദിനമെന്നെ നടത്തേണമേ. പരിശുദ്ധാത്മ
ആത്മാവേ നിറയ്ക്കണമേഴയെ യേശുവിൻ സാക്ഷിയായി പാരിതിൽ പോകുവാൻ. വേർഡ് മെലഡി വേർഡ് സമർപ്പിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് സംഗീതം പകർന്ന എന്റെ ദൈവം യഹോവ, എന്റെ ശക്തി യഹോവ. കൂടുതൽ വിവരങ്ങൾക്ക് വേർഡ് വേർഡ് സെന്റർ, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. Bible Count 2020. Next we come to the Christian history round. So this time Villa Johnson will have to start. ക്രിസ്തീയ ചരിത്രത്തിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങൾ. Alright? Christian history round. The first question. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ആരാണ്? സെന്റ് തോമസ്. സെന്റ് തോമസ്. -1 for Beulah Jason. Ansi Saji. പാസ്. Sandosh. One more in English. Who is the head of the Malankara Orthodox Church? It's Moran Mar Basilius Paulus II. Rima, Kelbetrika, Padikil. All right. Now the second question to Ansi. യഹോവ സാക്ഷികൾ അവരുടെ ആരാധനാലയത്തെ എന്താണ് വിളിക്കുന്നത്? കിങ്ഡം ഹോൾ. Right answer. 5 marks for Ansi Saji. Next question for Sandosh. Who is the head of the Universal Catholic Church? Pope Francis. Pope Francis. Tell aloud. Right. 5 marks for Sandosh. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഇദ്ദേഹം പോപ്പാകുവാൻ തക്കതിനുള്ള മുഖാന്തരമായത് മറ്റൊരു പോപ്പ് സ്ഥാനത്യാഗം ചെയ്തിട്ടാണ്. ആ സ്ഥാനത്യാഗം ചെയ്ത ഇദ്ദേഹത്തിൻ്റെ മുൻഗാമിയുടെ പേരെന്താണ്? പാസ്. One pope had abdicated because of ill health. And then only Pope Francis has become the Pope. So I want you to tell me the name of the Pope who had abdicated. Right? No, that's not your turn. I'm just explaining the question to you. Ansi Parayu. പാസ്. Pass. Theriyuma. Theriyilla. Pope Benedict the 16th. Right? ആരുടെ അടുത്ത ചോദ്യം? ആൻസി ആണല്ലേ. പിയാത്തോ എന്ന വിശ്വപ്രശസ്ത ശില്പത്തിൻ്റെ ശില്പിയാർ? പാസ്. പാസ്. സന്തോഷ്. Yes. നിങ്ങൾ ഈ ശില്പം കണ്ടിട്ടുണ്ടോ? എന്താ പിയാത്തോ എന്ന് പറഞ്ഞ ശില്പം? തിരുമോനൊക്കെ എന്നാ പിയാത്തുന്നു തിരിയില്ലേ? അതൊരു സ്റ്റാച്യു. തിരുമ സ്കൾപ്സ്. യേശു കിടക്കുകയാണ് പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ. അത് മൈക്കിൾ ആഞ്ചലോ മനോഹരമായിട്ട് ചിത്രീകരിച്ചു. സോ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് പിയാത്തോ. റൈറ്റ്. That brings us to the close of this round. Will you give me the marks card? Ansi Saji gets 5 marks. Ansi Saji gets 5 marks. Sandosh also 5. Sandosh gets 5 marks. Beulah Jason -1. Beulah Jason -1. Right. Bible Count 2020. Museum of the World International Theme Park. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്കിനുള്ളിൽ സന്ദർശകർക്കായി ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ പ്ലാസ. അനേകർക്ക് ആത്മസന്തോഷം പകരുന്ന ആത്മീയ വസ്തുക്കളാൽ സമ്പന്നമാണ് ബൈബിൾ പ്ലാസ. നൂറുകണക്കിന് വ്യത്യസ്തമായ ഭാഷകളിലുള്ള ബൈബിൾ പരിഭാഷകളുടെ വൻ ശേഖരം, വ്യാഖ്യാനങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, സംഗീത സീഡികളുടെ വിപുലമായ ശേഖരങ്ങൾ, ആത്മീയ വസ്തുക്കളുടെ വൻ ശേഖരങ്ങൾ, ശ്രേഷ്ഠവും വിശുദ്ധവുമായ ബൈബിൾ വസ്തുക്കളുടെ വൻ ശേഖരം, മറ്റുള്ളവർക്ക് സമ്മാനം നൽകുവാൻ ഉപകരിക്കുന്ന ആത്മീയ വസ്തുക്കളുടെ വിപുലമായ ശേഖരങ്ങൾ, സ്വദേശീയവും വിദേശീയവുമായ നിരവധി വിശുദ്ധ വസ്തുക്കളുടെ അപൂർവമായ ശേഖരങ്ങൾ,
ആത്മസന്തോഷം പകരപ്പെടുന്ന വചനസംബന്ധിയായ വിശുദ്ധ വസ്തുക്കളുടെ കൂടാരം. വിശുദ്ധ ബൈബിളിന്റെ വിവിധ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും സുവിശേഷ വിഹിതമായ ആത്മീയ ഗ്രന്ഥങ്ങളും ആത്മീയ ഗാനങ്ങളുടെ അതിവിപുലമായ ശേഖരങ്ങളും. ഇസ്രയേലിൽ നിന്നും കൊണ്ടുവന്ന ധൂപകുറ്റികൾ, കുരിശുകൾ തുടങ്ങി പഴയ നിയമവസ്തുക്കളും പുതിയ നിയമവസ്തുക്കളും സന്ദർശകർക്ക് വാങ്ങുവാനും കാണുവാനും സ്വന്തമാക്കുവാനുമായി ബൈബിൾ പ്ലാസയിൽ ക്രമീകരിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വിദേശ വസ്തുക്കളുടെ വൻശേഖരങ്ങൾ, വീടുകളിൽ ഉപയോഗിക്കാവുന്ന ബൈബിൾ ചിത്രങ്ങൾ, വചന ബോർഡുകൾ തുടങ്ങി മനസ്സുകൾക്ക് കുളിർമയും സന്തോഷവുമേകുന്ന ആത്മീയ വസ്തുക്കളുടെ വിപുലമായ ശേഖരമാണ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിനുള്ളിലെ ബൈബിൾ പ്ലാസ വിശ്വാസി സമൂഹങ്ങൾക്കായി സമ്മാനിക്കുന്നത്. ശ്രേഷ്ഠവും വിശുദ്ധവുമായ ബൈബിൾ സംബന്ധിയായ വസ്തുക്കളുടെയും പുസ്തകങ്ങളുടെയും വൻ ശേഖരമാണ് ബൈബിൾ പ്ലാസയ്ക്കുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്വദേശീയവും വിദേശീയവുമായ നിരവധി വിശുദ്ധ വസ്തുക്കളുടെ അപൂർവമായ ശേഖരങ്ങൾ. ആത്മീയ സന്തോഷങ്ങൾ അനുഭവവേദ്യമാക്കുവാൻ, സ്വന്തമാക്കുവാൻ ബൈബിൾ പ്ലാസ ഒരുക്കിയിരിക്കുന്നത് അതിവിപുലവും വിശാലവുമായ ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങളുടെയും ചരിത്ര വസ്തുക്കളുടെയും വലിയ ശേഖരമാണ്. സന്ദർശകർക്ക് വാങ്ങുവാനും സമ്മാനങ്ങളായി മറ്റുള്ളവർക്ക് നൽകുവാനും ഉപകരിക്കുന്ന ആത്മീയ വസ്തുക്കളുടെ വിപുലമായ ശേഖരം ബൈബിൾ പ്ലാസ നിങ്ങൾക്കായി സമ്മാനിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ്, ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. ലാസ്റ്റ് റൗണ്ട്, ദാറ്റ് ഇസ് എ വോയിസ് ഓഫ് യൂത്ത് റൗണ്ട്, യുവതയുടെ ശബ്ദം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം ലഭിക്കും. 4 മിനിറ്റാണ് പ്രസംഗത്തിൻ്റെ സമയം. 3 മിനിറ്റ് കഴിയുമ്പോൾ പ്രസംഗത്തിൻ്റേതായിട്ടുള്ള സംക്ഷിപ്തനായിട്ട് 1 മിനിറ്റ് കൂടെ ലഭിക്കും. സോ ഇറ്റ് ഇസ് 3+1. 3 മിനിറ്റ് കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോൾ നിങ്ങളുടെ വിഷയത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ക്രോഡീകരിച്ചിട്ട് അടുത്ത 1 മിനിറ്റിൽ പറയണം. 4 മിനിറ്റ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ മൈനസ് മാർക്ക് ലഭിക്കും. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? ദെർ വിൽ ബി എ വാർണിംഗ് ബെൽ അറ്റ് 3 minutes and you will have to just conclude everything within the next 1 minute. If you exceed 4 minutes, there will be minus mark. Right? Yes. We'll go with Ansi Saji. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. എനിക്കിവിടെ ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചാണ്. ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എവിടെ നിന്നാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് ശിഥിലപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ക്രൈസ്തവ സമൂഹത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങളും പാളിച്ചകളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആദാമിൻ്റെ കാലത്ത് ഹാബേലിനെ കയീൻ കൊന്ന സമയം മുതൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ദൈവം ആരെങ്കിലും ഒരാളെ കൂടുതൽ പ്രസാദിച്ചാൽ, അല്ലെങ്കിൽ ദൈവം ആരെങ്കിലും ഒരാളെ കൂടുതൽ അനുഗ്രഹിച്ചാൽ അവനെ കൊന്നുകളയുക, അല്ലെങ്കിൽ ഏത് വിധത്തിലും അവനെ വകവരുത്തുക എന്നത്തെ അന്ന് തുടങ്ങിയ അതേ രീതി തന്നെയാണ് ഇന്നത്തെ സമൂഹവും നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഒന്നും തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി ചെയ്തിട്ടില്ല. ഒരുപക്ഷേ ക്രൂശിക്കിടന്ന യേശുവിന് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് അതിൽ നിന്ന് പിൻവലിക്കാമായിരുന്നു, അല്ലെങ്കിൽ പിതാവിനോട് യാചിച്ച് അതിൽ നിന്ന് മാറാമായിരുന്നു. പക്ഷേ എപ്പോഴും യേശുക്രിസ്തു തനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എപ്പോഴും സമ്പത്തിന് വേണ്ടിയും സമൃദ്ധിക്ക് വേണ്ടിയും പദവിക്ക് വേണ്ടിയും അവരവരുടെ സഭാ സമൂഹങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ വെച്ചിട്ടും അധികാരം വെച്ചിട്ടും പലരുടെയും കുതികാൽ വെട്ടുന്ന ഒരു അനുഭവം ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
ദൈവവചനം ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒരു ഭാഷ തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സോടെ ഏക അഭിപ്രായത്തിൽ യോജിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഭയെ യോജിക്കാൻ വേണ്ടിയാണ് ദൈവം കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 133:1 പറയുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. എപ്പോഴും ഒരുമിച്ച് വസിക്കുക അല്ലെങ്കിൽ കൂട്ടായ്മയുടെ അനുഭവം ആചരിക്കുക എന്നാണ് ദൈവം ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം പ്രബോധിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ക്രൈസ്തവ സഭ എങ്ങനെ ആയിരിക്കണം, ക്രൈസ്തവ സഭ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ഇന്ന് യേശു ക്രിസ്തുവൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശബ്ദനായി നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിന് അവിടെ ഒരു സ്ഥാനമില്ല. പുൽക്കൂട്ടിൽ ഒരു കുഞ്ഞ് പ്രതിമയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വർണ്ണാഭങ്ങളിലുള്ള പലതരത്തിലുള്ള മോഡലുള്ള കുരിശിനകത്ത് ക്രൂശിക്കപ്പെട്ട ഒരു യേശു ഒരു പ്രതിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യേശു ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണ് നമ്മൾ നൽകുന്നത്? ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വെറും ഒരു സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു ക്രിസ്തു എന്ന മുഖമൂടി ഇട്ടുകൊണ്ട് പിന്നാമ്പുറത്ത് അകമേ കാപട്യം നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന തർക്കങ്ങളും പാളിച്ചകളും എല്ലാം അതിന് ഉത്തമമായ ഉദാഹരണമാണ്. ആഹാബും ഇസബേലിനെ പറ്റി പറയുകയാണെങ്കിൽ ആഗാബും ഇസബേലും പണം കൊണ്ട് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ഒന്നും നേടാൻ സാധിച്ചില്ല. ഏറ്റവും അവസാനം അവരുടെ ജീവിതം നായി നക്കുന്നതിന് അനുഭവമായി മാറി. ഇന്നത്തെ പൗരത്വ ബില്ല് എല്ലാം ഇതിൻ്റെ ഒരു അപവാദത്തിലേക്ക് മാറ്റുന്നതാണ്. കാരണം ക്രൈസ്തവ സമൂഹം ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ക്രിസ്തീയ സമൂഹം തന്നെ പാളിച്ചയായി ഭിന്നതയായി മാറാൻ കാരണം. ആദിമ സഭ എന്ന് പറയുന്നത് ഒറ്റൊരു സഭയായിരുന്നു. ആ സഭയുടെ കീഴിൽ നിന്നും ഈ ശിഥിലീകരിക്കപ്പെട്ടത് തന്നെ ഓരോ ഗ്രൂപ്പിലെ സ്വച്ഛാധിപത്യമാണെന്ന് വളരെ ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഇനിയെങ്കിലും ക്രിസ്തീയ സഭകൾ ഒത്തൊരുമിച്ച് നിന്നില്ല എങ്കിൽ ഒരു പൗരത്വ ബില്ലോ അതുപോലെ ഒന്നും നമ്മുടെ ക്രിസ്തീയ സഭയിലും ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ക്രിസ്തീയ സഭയെല്ലാം ഇന്ന് തർക്കങ്ങളിലൂടെ മറ്റും വ്യതിചലിക്കപ്പെടുന്നു. അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ക്രിസ്തുവിനെ ഉണ്ടെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, സ്വാമി വിവേകാനന്ദനും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണുനീർ കൊണ്ടല്ല എൻ്റെ ഹൃദയം കൊണ്ട് അവിടുത്തെ പാദത്തെ ഞാൻ നനയ്ക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുവാൻ, സഭകൾ ഒറ്റക്കെട്ടായി നിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ മറ്റുള്ളവർക്ക് താങ്ങായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you. Next is Santosh. Glory to God. I greet you all. Everyone has gathered, respected sir, and all the judges and all the people those who are watching this program. I greet you all in the matchless name of our Lord and Savior Jesus Christ. So here the topic has given in front of us is Christ is being crucified by the Christians in Kerala. Though I'm not a Malayali, so after coming Kerala, I could able to learn and experience Christ more and more. So I can also able to say that I'm a Christian from Kerala. So how can we can able to define that Christians from Kerala, they are crucifying Christ in various ways. So Kerala is a beautiful state and beautiful land where it has a name that it's a God's own country. There are many missionaries came to the state Kerala and they have preached the God's word and many missionary activities has been done. But still the topic is always enabling us to question that how Kerala Christians are crucifying Christ. This is nothing but there are 3 points I want to bring in front of you and point out that these are the reasons because of that Christ is being crucified even today by the Kerala Christians. So the first point comes in front of us is that disunity among ourselves. So denominations are there a lot, and in different occasions and different times of the history, denominations has been derived from the history. But still, the unity has been lost from us. That's for the first reason Christ is being crucified among ourselves. 1 Corinthians chapter 12, if you are reading the continuous verses, is defining that Christ's body is one. So, but we are considering Christ's body as departed one, and we are dividing our faith into pieces, and we are breaking the body of Jesus. That's for the reason we could not be able to keep the commandments of the Lord and tell that
Christ is united within ourselves. The second point that is coming in front of us is that doctrinal practices. Diluted doctrinal practices. So sound doctrines has been preached and taught throughout the Christian history of the Kerala. Even Thomas and a lot of missionaries have arisen from Kerala, and they have defined and they have told many doctrinal verses from the Bible. But throughout the history, if you are looking at, and even today, if we can able to see, that means the doctrinal practices, the biblical doctrinal practices has been lost its value today. So the importance of the Holy Spirit and the importance of the Jesus Christ words has been lost, and new generation churches and charismatic activities has been rising, and they are taking hold of the church and even the society. So society could not be able to understand that we are proclaiming Christ. We are proclaiming ourselves alone. The third point coming in front of us, why Kerala Christians are crucifying Christ, is nothing but the dysfunctional spirituality. We know spirituality, we know Bible, we have Christ, and we know everything of the God's word. But only one main lacking is that we are lacking, and we are lacking to follow the functional spirituality in our lives. We are speaking about that, we are preaching about that, but we are not following that. So because of many Christian leaders denominational or dominational motive that has crucified Christ into pieces even today. So only one thing I want to tell you is that we are called in order to carry the cross of Christ and follow Christ, not to crucify him. So revive and reform and repent, for God is with us, and the true doctrinal belief will be binding us in order to do the ministry of God in a very well manner. So Christ should be built in front of all the unbelievers, not to be crucified. Thank you. God bless you. Beulah Jason. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം ജഡ്ജ് പാനലിലായിരിക്കുന്ന ജഡ്ജിമാർക്കും മറ്റ് എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന കേരളീയ ക്രൈസ്തവ സമൂഹം. എങ്ങനെയാണ് യേശുവിനെ ക്രൂശിക്കുന്നത്, എങ്ങനെയാണ് നാം യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് നാം കാരണക്കാരാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലായി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി മരക്കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവിനെ നാം എപ്രകാരമാണ് ക്രൂശിക്കുന്നത്? ഇതിനെ ആസ്പദമാക്കി എബ്രായർ ലേഖനത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ അതിൽ നിന്ന് പിന്മാറിപ്പോയാൽ നാം പിന്നെയും അവന് ലോകോപവാദം വരുത്തുകയും അവനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നാം ക്രൂശിക്കുന്നത്? ഒന്നാമത്തെ കാരണം, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയാൽ. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതിരിക്കുക. ഈ 2 കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായി നാം യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് കരഞ്ഞാൽ ആ കാണികൾ എല്ലാവരും അവിടെ മൗനമായി ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അത് അതിൻ്റെ പിതാവായിരിക്കാം. ആ പിതാവ് എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത്? തൻ്റെ മകനാണ് അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കുന്നത് എന്നുള്ള ഒരു തലത്തിലാണ് ആ പിതാവ് പ്രതികരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൻ്റെ പേരിൽ, നമ്മുടെ സഭകളുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പേരിൽ നാം കാണിക്കുന്ന കൊള്ളരുതായ്മയെല്ലാം ആരെയാണ് വേദനിപ്പിക്കുന്നത്? നാം പിതാവായ യേശുക്രിസ്തുവിനെയാണ്. അവൻ്റെ മുറിവിനെ വ്രണപ്പെടുത്തുന്നതാണ് നമ്മുടെ ഓരോ പാപപ്രവൃത്തികളും. ഗലാത്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. ക്രൂശിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുവാണെങ്കിൽ അതിനെ മുറിപ്പെടുത്തുന്ന രീതിയിലല്ല നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാവുന്നത്. മറിച്ച് അതിനെ എപ്രകാരം നമ്മൾ ക്രൂശിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ എപ്രകാരം ജീവിക്കണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങും. അതിനനുസരിച്ചായ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയും. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം എന്താണ് ആദ്യം നേടിത്തന്നത്? തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി സ്വന്തം സഭയാക്കി തീർത്തു എന്നാണ്. തിരുശരീരം കൊണ്ട് നേടിയെടുത്ത സഭ എന്നതാണ്. അവിടെ മർത്തോമേ എന്നില്ല, AG എന്നില്ല, IPC എന്നില്ല, യാതൊരു സമുദായ വ്യത്യാസങ്ങളുമില്ല, എല്ലാവരും ഒന്നാണ്. സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ, തനിക്ക് വേണ്ടി കാന്തയായി ഒരുങ്ങിയിരിക്കുന്ന സഭ, എല്ലാം ഒന്നാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ ഭിന്നത, അസൂയ, പക, പിണക്കം, എന്തിന് ഓരോ സഭകൾ ഇന്ന് പല ആരാധനാലയങ്ങളും ഇന്ന്
അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സമകാലിക അനുഭവങ്ങൾ നമ്മൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നു. ക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? എവിടെ പോയി നമ്മുടെ മൂല്യത? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഞാനൊരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ നമ്മളെ അടിമുടി മനസ്സിലാക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്ക് മുൻപിലെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം പറയാറുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ പത്രമാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് എന്ന് ഞാനും നീയും സമൂഹത്തോട് വിളിച്ചു പറയണമെങ്കിൽ നമ്മളിലൂടെ പുറത്ത് കാണിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നാം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാതിരിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നാം അവിടെ തന്നെ എല്ലാ സാമുദായിക വർഗീയതകളുടെ ഒരു നില അവിടെ കാണാൻ കഴിയും. ഇത്ര പെർസെൻറ്റേജ് ഇന്ന സഭകൾക്ക്, ഇത്ര പെർസെൻറ്റേജ് അടുത്ത സഭകൾക്ക്. എന്തിനാണ് ഒരു വേല? നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നതിൽ നാം ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ചില ജീവിതങ്ങളെ നേടുവാൻ കഴിയണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മറ്റുള്ളവർക്കൊരു അനുഗ്രഹപ്രദമായ ഒരു മാതൃകാ ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് എല്ലാവരെയും ഞാൻ പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. വോയിസ് ഓഫ് യൂത്ത് എന്ന റൗണ്ട് ഇവിടെ പര്യവസാനിക്കുന്നു. നിങ്ങളുടെ പ്രസംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് തലങ്ങളിലുള്ള പ്രസംഗമായിരുന്നു. ആൻസി സജി ഏറ്റവും പുതിയതായ പൗരാവകാശ ബില്ലിനെ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ചെയ്തത്. നമ്മുടെ വിഷയം യേശുക്രിസ്തുവിനെ ക്രൈസ്തവ സമൂഹം ക്രൂശിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് ക്രൈസ്തവ സമൂഹം ക്രൂശിക്കുന്നത്? ആ ക്രൂശീകരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അതാണ് പരമപ്രധാനമായ കാര്യം. വർത്തമാനകാല സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പൗരാവകാശ ബില്ല് ഒരുക്കെ നമുക്കുമെതിരായിട്ട് വരുമെന്നുള്ളതാണ് ആൻസി സജി സൂചിപ്പിച്ചത്, അല്ലേ? പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നാം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയാണ്. നമുക്ക് മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ വരികയാണ്. അപ്പോൾ അതിനുള്ള ഒരു പോംവഴി എന്താണ്? വാട്ട് എക്സാക്ട്ലി വി ക്യാൻ ഡു ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലായോ? അതാണ് നമ്മുടെ അവലോകനം, അതാണ് നമ്മുടെ അനാലിസിസ്. ചില കാര്യങ്ങളൊന്ന് മിന്നി പറഞ്ഞുവെങ്കിലും അത് വിഷയത്തോട് പൂർണ്ണ നീതീകരണം നടത്തിയിട്ടുള്ളതല്ല. റൈറ്റ്? മാത്രമല്ല, ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രസംഗത്തിൽ. ഭാഷ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. യു ക്യാൻ സ്പീക്ക് വെൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത്രയും പ്രാക്ടീസ് പോലെ. ആദ്യമായിട്ടാണോ പ്രസംഗിക്കുന്നത്? അതെ, സാരമില്ല. കന്നി പ്രസംഗം ഏറ്റവും മനോഹരമാണ്. യു ഗോട്ട് എ ടാലൻറ്റ്. കുറച്ചുകൂടെ ശ്രദ്ധിക്കണം നമ്മുടെ ഭാഷ. കാരണം ഭാഷ ആളുകളെ പിടിച്ചെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും ഭാവമുണ്ട്, ഭാവപ്രകടനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൊരു വിഷയം ലഭിക്കുമ്പോൾ അതിനെ ആനലൈസ് ചെയ്യണം. ഇൻട്രഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ ബോഡിയിൽ നമുക്കതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. സോ അങ്ങനെ ഒരു ന്യൂനതയുണ്ട്. But anyway, you are speaking for the first time. For that, it's a wonderful thing. I am giving you 6 marks, 6 marks. And coming to Santosh, you spoke in English, but there are a lot of fumbles. You know what is a fumble in English? You speak something and again you repeat the same word. And in a speech, always you must remember, grammar has a great influence, you see. We should be very confident that there is no grammatical mistake when we speak. Our language should be fluent, but it should be the right language. It should not be a mixture of past tense, present tense and future tense. Purida, maybe you are speaking for the first time in English, or you have been speaking. No, I've been speaking, sir, but it is the first time in speaking in television and all. So. All right, okay. In whichever way you speak, I mean, if you have been speaking, always you have got the vehemence. I appreciate that. You got the ideas. I appreciate that. You got the content. But the content and ideas can be effective only if your language is proper. You have to converse without any mistakes. You are not that much well versed in English.
പ്രോബബ്ലി യു ആർ എലക്വൻറ്റ് ഇൻ Tamil. തമിഴിൽ നന്നാ പേശ മുടിയും. Yes, sir. അതെ. ഇംഗ്ലീഷ് വരുമ്പോൾ ഇത് அந்த மாதிரி ഒരു ഫ്ലുവൻസി கிடையாது. ഐഡിയാസ് இருக்குது, കണ്ടൻറ് இருக்குது. എന്നാൽ അതിലുപരിയായിട്ട് ഒരു കാര്യം പറയുമെന്നൊക്കെ നമുക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഈ ഭാഷ വളരെ പ്രധാനമാണ്. ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഗ്രാമർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് യു വിൽ ആക്ച്വലി ലൂസ് ദ കോറിലേഷൻ ഓഫ് ഐഡിയാസ്, റൈറ്റ്? So keep improving the language. You can be a good speaker in English, only you have to just modify the language. You should have more vocabulary, you have to have a grip on the language. But you may not require that for your Tamil language because you may speak eloquently in Tamil. I don't question that. But I'm speaking about the speech that you gave in English. Okay. Right? Sure. So you get 5.5 marks for your performance, right? ബിയൂല പ്രസംഗിച്ചത് വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ കേട്ടു. ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ പറഞ്ഞൊരു, എന്നാൽ ഇതിനൊക്കെ ഒരു ഉദാഹരണം പറയുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കോളേജുകളിൽ അഡ്മിഷന് പോകുന്നു, സഭയ്ക്ക് കിട്ടുന്നില്ല. ഏത് സഭയ്ക്ക് ഉപയോഗിച്ചിരുന്നാലും പണം ആവശ്യമുണ്ട്. സൗജന്യമായിട്ട് ആരും കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ടത് പറഞ്ഞില്ല? അപ്പോൾ സഭയ്ക്ക് വീതിക്കുന്നതിനോടൊക്കെ ഉപരിയായിട്ട് ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ കച്ചവടമാണ് എല്ലായിടത്തും നടക്കുന്നത്, എല്ലാ തലങ്ങളിലും. അപ്പോൾ നാം അതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പോസ് ചെയ്യണം. വിവിധ രംഗങ്ങളിൽ നമ്മുടെ സ്വന്തം സഭയിൽ നടക്കുന്നത് മുതൽ മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിധമായ ദൈവ സ്വഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നാം പ്രകടമാക്കേണ്ടത്. അതാണല്ലോ ക്രൂശീകരണം. സ്നേഹം നഷ്ടപ്പെടുന്നു, വിശുദ്ധി നഷ്ടപ്പെടുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്നവർ നിങ്ങളും വിശുദ്ധരാകും. വിശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവൻ എങ്ങനെ നമ്മൾ വസിക്കുവാൻ കഴിയും? അപ്പോൾ ഒരു ദൈവപൈതലിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? അത് വളരെ വ്യക്തമായിട്ട് പ്രകടമാക്കുവാൻ ഇവരെ കഴിഞ്ഞില്ല. പ്രസംഗത്തിൻ്റെ ഭാഷയുണ്ട്, ഭാവമുണ്ട്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേങ്കിൽ നമ്മുടെ വിഷയത്തിനെ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ മാർക്ക് കൂടും, റൈറ്റ്? എനിവേ യു ഹാവ് ഡൺ വെൽ, 7 marks for you, right? So we come to the end of this round. Bible Count 2020. മാനവ ജീവിതത്തെയും ചരിത്രത്തെയും ബൈബിൾ പോലെ സ്വാധീനിച്ച കൃതികൾ വേറെയില്ല. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ഉദാരമായ സ്നേഹത്തിൻ്റെയും അക്ഷയമായ കാരുണ്യത്തിൻ്റെയും അചഞ്ചലമായ വിശ്വസ്തതയുടെയും ദീപ്തമായ ചിത്രം ബൈബിൾ അനാവരണം ചെയ്യുന്നു. മ്യൂസിയം ഓഫ് ദി വേർഡ് ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ് കാഴ്ചക്കാർക്കായി സമർപ്പിക്കുന്നത് ബൈബിൾ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ചകളാണ്. ദൈവപുത്രനായ യേശുവിലൂടെ പൂർത്തീകരിക്കുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിന്റെ ഇതിവൃത്തം. ദൈവാത്മാവിന്റെ പ്രചോദനത്താലും നിരന്തര സഹായത്താലും രചിക്കപ്പെട്ടതായതുകൊണ്ട് ബൈബിൾ പരിശുദ്ധാത്മാ നിവേശിതമാണ്. ബൈബിൾ ദൈവവചനമാണ്, മനുഷ്യന്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവം നൽകുന്ന സന്ദേശം. 1600-ൽ പരം വർഷങ്ങളിലൂടെ രാജാക്കന്മാർ, മുക്കുവന്മാർ, പ്രവാചകന്മാർ, പാനപാത്രവാഹകൻ, വൈദ്യൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിച്ചിരുന്ന 40-ൽ പരം വ്യക്തികളിലൂടെ വിരചിതമാക്കപ്പെട്ട ലോക ക്രൈസ്തവ ജനതയുടെ മതഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിന്റെ ആധികാരികതയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും മ്യൂസിയം ഓഫ് ദി വേർഡ് അറുതി വരുത്തുന്നു. പല ഭാഷകളിലായി രചിക്കപ്പെട്ട ആദ്യകാല ബൈബിളുകൾ മ്യൂസിയം ഓഫ് ദി വേർഡിൽ നേർസാക്ഷ്യമായി നിലകൊള്ളുന്നു. പല ഭാഷകളിലായി രചിക്കപ്പെട്ട ബൈബിളുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബൈബിളുകളുടെ പതിപ്പുകൾ ഇവിടെ കാഴ്ചക്കാർക്ക്
കൗതുകവും അത്ഭുതവുമായി മാറുന്നു. മുന്നൂറിലധികം ബൈബിൾ വിവർത്തനങ്ങളുടെ ശേഖരങ്ങൾ, മൃഗങ്ങളുടെ തോലിലും ആദ്യകാല കടലാസുകളിലും കൈകൾ കൊണ്ട് എഴുതി തീർത്ത ബൈബിളുകൾ, ചുരുളുകളായി മാത്രം നിവർത്തുവാനാകുന്ന തോറ പുസ്തകവും ഏറ്റവും ചെറിയ പോക്കറ്റ് ബൈബിളുമെല്ലാം മ്യൂസിയം ഓഫ് ദി വേർഡ് ശേഖരത്തിലുണ്ട്. ചിത്രവും കുറിപ്പുകളുമായി സ്വർണ്ണ നാണയങ്ങളിൽ ചിത്രീകരിക്കപ്പെട്ട മെഡാലിക് ബൈബിളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധിയുടെ പ്രഭയും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ബൈബിൾ കാഴ്ചകളുടെ പുണ്യസ്ഥാനം. കാഴ്ചക്കാരുടെ കണ്ണുകളിൽ കൗതുകത്തിൻ്റെയും ഹൃദയങ്ങളിൽ അത്ഭുതവും ആശ്ചര്യവും വിരിയിക്കുന്ന പുരാതന ബൈബിൾ രൂപങ്ങളുടെ അവിശ്വസനീയമായ നേർക്കാഴ്ചകൾ. ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് ആത്മചൈതന്യത്തിൻ്റെ നവ്യാനുഭവങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ തീം പാർക്ക്, പെരിങ്കൂർ, വെമ്പായം, തിരുവനന്തപുരം, കേരള, ഇന്ത്യ. ഫോൺ 0472-283-4848, 0472-283-4949. മൊബൈൽ 9495-828-444, 9495-998-555. Bible Count 2020. Please give me the scorecard. Nancy Saji gets 31 marks, Santosh gets 18.5 marks, and Beulah Jason gets 17 marks. Right? So that exactly is the position. However, your entry to the next stage will depend on the performance of all others. ഈ സ്റ്റേജിലുള്ള മറ്റുള്ളവരുടേതായിട്ടുള്ള മാർക്കുകൾ അനുസരിച്ചായിരിക്കും നാം അടുത്ത സ്റ്റേജിലേക്ക് മത്സരാർത്ഥി തിരഞ്ഞെടുക്കുന്നത്. Alright? So now it's for the prizes. Please come forward for the prize distribution. Congratulations. Good. Yes, Santosh. Yeah, Beulah. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. തിരുവചന പൊരുളുകൾ അനേകായിരങ്ങൾക്ക് വെളിച്ചമായി തീരുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് PJ ആന്റണി ആൻഡ് മറിയാമ്മ ആന്റണി, കുവൈറ്റ്. ബൈബിൾ ക്രൗൺ 2020. The Lina Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.